നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പീസ് ബി വിത്ത് യു ഓൾ. നമ്മൾ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് കുറ്റം പറയുന്നത് ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, ആദമാണ് ആദ്യമായിട്ട് സ്വന്തം ഭാര്യയെ കുറ്റം പറയുന്നത്. അതെന്തായിരുന്നു ആ കുറ്റമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം തമ്പുരാൻ ആദമിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ വിലക്കപ്പെട്ട കനി എന്തിനാണ് പറിച്ചു കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആദം പറയുന്നു, ഈ സ്ത്രീ എനിക്ക് തന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചു. അപ്പോൾ മറ്റുള്ളവരുടെ മേലിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരുടെ മേലിൽ കുറ്റം പറയുക, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് സ്വയം രക്ഷപ്പെടുക. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യർ ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ഉള്ള സാഹചര്യങ്ങൾ കൂടെ കടന്നു പോയിരിക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെ ഒരു വാർത്ത കേട്ടു. അതായത് ദിയ കൃഷ്ണ പ്രസവിച്ചു എന്നൊരു വാർത്ത കേട്ടു. അപ്പോഴാണ് ഇപ്പോൾ ഒരുപാട് പേര് അതിനെപ്പറ്റി ഒക്കെ പല ഡിസ്കഷൻസും ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ശരിക്കും ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, അതുപോലെ കുട്ടികളെ വളർത്തുന്ന അമ്മമാർ അനുഭവിക്കേണ്ടി വരുന്ന ചില ക്രൂരതകൾ, ചില ദുഷ്ടത്തരങ്ങൾ ഒക്കെ ഉണ്ട്. ഈ പ്രത്യേകിച്ച് ചില അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. അതുപോലെ അത്തരം വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഈ അമ്മയെ പലരും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അപ്പോൾ ഈ അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഈ കുഞ്ഞിനെ വളർത്തുന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ പല കുറ്റപ്പെടുത്തലുകളും ഈ അമ്മ കേൾക്കേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത് കാരണം ഈ അമ്മയുടെ മനസ്സിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകുന്നു. ഈ അമ്മയ്ക്ക് ഒരു സാത്താൻ ബാധ ഉണ്ടാകുന്നു. ഈ നെഗറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരു പാപം ചെയ്യാൻ ഒന്നുകിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ കുട്ടിയെ വളർത്തുന്ന അമ്മ അങ്ങനെ ഒരു പാപം ചെയ്യാൻ നിർബന്ധിതയായി തീരുന്ന സാഹചര്യങ്ങളുണ്ട്. അതിന് ഈ അമ്മ മാത്രമല്ല റെസ്പോൺസിബിൾ, ഈ ചുറ്റിലുമുള്ള ഓരോ വ്യക്തികളും, ഈ അമ്മയെ കുറ്റപ്പെടുത്തുന്ന, ഈ അമ്മയോട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഓരോ വ്യക്തിയും റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ഈ കുട്ടിയെ വളർത്തുന്നതിൽ ഇങ്ങനെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ അമ്മയുടെ ശത്രുവായി ഈ കുട്ടി മാറുന്നു. ഈ കുട്ടി കാരണമാണല്ലോ ഞാൻ ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത്, ഈ കുട്ടി കാരണമാണല്ലോ ഞാൻ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള ചിന്തകൾ ഈ അമ്മയുടെ ഉള്ളിൽ വരികയും ഈ കുട്ടിയെ അടിക്കുവാൻ, അല്ലെങ്കിൽ ഈവൻ പല അമ്മമാരും കൊല്ലുക വരെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലേക്ക് വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ചുറ്റിനും ഏതെങ്കിലും ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുള്ള ഒരു സ്ത്രീയെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് അവരുമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കണം, യേശുവേ, ഞാൻ കാരണം അവർക്കൊരു ദോഷം വരല്ലേ, ഞാൻ അവരുടെ കുറ്റങ്ങളും കുറവുകളും ഞാൻ കാണാനിടയാവരുതേ. അവരോട് പോയി അവരുടെ കുട്ടിയെ വളർത്തുന്നതിൽ കുറ്റവും കുറവും കണ്ടുപിടിക്കാനോ അവരെ മാനസികമായ സമ്മർദ്ദത്തിലാക്കാനോ ഞാൻ കാരണം ഇടയാകരുതേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടുള്ള കുട്ടികളെ വളർത്തുന്ന എല്ലാ അമ്മമാരും സമാധാനത്തെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മളെല്ലാവരെയും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ.